Hi everyone, I'm Dr. Anupriya and welcome to my YouTube channel. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ വളരെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന റോസ്മേരി എന്ന് പറയുന്ന ഒരു പ്ലാന്റിന്റെ പെക്യുലാരിറ്റീസ് ആണ്. അതിന്റെ പ്രത്യേകതകളാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അത് എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ റോസ്മേരിയുടെ പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ പറ്റും, ആർക്കൊക്കെയാണ് റോസ്മേരിയുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ ഉപയോഗക്രമം, യൂസേജ് എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ റോസ്മേരി എന്ന് പറയുന്ന പ്ലാന്റ് നമ്മൾ കുക്കിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു. നല്ല സുഗന്ധമുള്ളൊരു പ്ലാന്റ് ആണ്. അത് നമ്മൾ കുക്കിങ്ങിനായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നൊരു 5-6 മന്ത്സ് ആയിട്ടാണ് ഇത് ഹെയർ ഗ്രോത്തിന് അല്ലെങ്കിൽ സ്കിൻ കെയറിന് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ വലിയ ഡിസ്കഷൻസ് ഒക്കെ വരുന്നത്. അപ്പം ഇപ്പൊ ഇത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് ഹെയറിന്റെ വേരിയസ് കണ്ടീഷൻസ് ലൈക്ക് ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ, താരൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അകാലനര അല്ലെങ്കിൽ പ്രീമച്ചർ ഗ്രേയിങ് ഓഫ് ഹെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്താ മുടി കൊഴിച്ചിൽ വലിയ രീതിയിൽ പലതരത്തിലുള്ള ഹെയർ ഫോൾ ഉണ്ട് അല്ലെ, രോഗങ്ങൾ ഒന്നാമത് ഹെയർ ഫോൾ പലതരത്തിലുണ്ട്. എന്തെങ്കിലും ഉള്ളിൽ വേറെ എന്തെങ്കിലും ഡിസീസ് ഉണ്ടെന്നെങ്കിൽ, വേറെ രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ രീതിയിലും ഹെയർ ഫോൾ വരാറുണ്ട്. സോ ഹോർമോണൽ ഇംബാലൻസും കാര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഹെയർ ഫോൾ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ടു ആൻ എക്സ്റ്റെന്റ് നമുക്ക് റോസ്മേരിയുടെ പ്രോഡക്ട്സ് വളരെ പലതരത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് പ്രോഡക്ട്സ് ഉണ്ട്. നമുക്ക് ഏതെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് അത് നാച്ചുറൽ ആയിട്ട്, അത് അഡൾട്രേറ്റഡ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പ്രോഡക്റ്റ് റോസ്മേരി എന്ന് പറയുന്ന നാച്ചുറൽ ഹെർബ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഇത് റിസോൾവ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. സോ റോസ്മേരി എന്ന് പറയുന്ന പ്ലാന്റ് ഞാൻ പറഞ്ഞു, അത് നമ്മൾ ഇന്റേണലി ഫുഡിൽ കുക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഓൾസോ നമ്മളിപ്പോൾ അത് എക്സ്റ്റേണലി റോസ്മേരി വാട്ടർ ആയിട്ട്, അല്ലെങ്കിൽ റോസ്മേരി എസെൻഷ്യൽ ഓയിൽ, ഇങ്ങനെ റോസ്മേരിയുടെ പൗഡർ അല്ലെ, ഡ്രൈ പൗഡർ ഒക്കെ കിട്ടാൻ അവൈലബിൾ ആണ്. സോ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഫസ്റ്റ് ഞാൻ പൗഡറിന്റെ യൂസേജ് പറഞ്ഞുതരാം. പൗഡർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇന്റേണലി കഴിക്കാൻ പറ്റും. ഹെയറിനും സ്കിന്നിനൊക്കെ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു റിസൾട്ടാണ്. ആക്ച്വലി ഈ റോസ്മേരി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള സ്കിൻ റിപ്പയറിംഗ് ആണ്. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ കോശങ്ങൾക്ക് ഒരു റിജുവനേഷൻ, അല്ലെങ്കിൽ എന്താ പറയുക, നല്ലൊരു എനർജി, ഒരു പുനരുജ്ജീവനം പോലെ ആക്ട് ചെയ്യുന്ന ഒരു ഡ്രഗാണ്. അത് അവിടെ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്യുന്ന സമയത്ത്, റോസ്മേരി വാട്ടറൊക്കെ ആയിട്ടും അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ സർക്കുലേഷൻ കൂട്ടിയിട്ട് അവിടുത്തെ കോശങ്ങൾക്ക് വേണ്ട ന്യൂട്രിയൻസിന്റെ സപ്ലൈ അല്ലെങ്കിൽ ഓക്സിജന്റെ സപ്ലൈ നന്നായിട്ട് കൊടുത്തിട്ട് ആ ഒരു സ്കിൻ ഡാമേജ് ടു ആൻ എക്സ്റ്റെന്റ് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ആക്ഷൻ ആയിട്ട് വരുന്നത്. സോ അതുകൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന ഡാൻഡ്രഫ് ആണെങ്കിലും ഹെയർ ഫോൾ ആണെങ്കിലും ഒക്കെ അവിടുത്തെ ഒരു സെൽസിന് വേണ്ട അല്ലെ, എല്ലാ കോശങ്ങളാണ് എല്ലാ പണികളും എടുക്കുന്നത്. അപ്പോൾ ആ കോശങ്ങൾക്ക് വേണ്ട ന്യൂട്രിയൻസ് കൊടുത്ത് ഡാമേജ് ഇല്ലാതെ അതിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു മേജർ പരിപാടി എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു ആക്ഷൻ അങ്ങനെയാണ് പോകുന്നത്. സോ ഞാൻ പറഞ്ഞു, റോസ്മേരിയുടെ പൗഡർ അവൈലബിൾ ആണ്. ഡ്രൈ പൗഡർ നമുക്ക് തന്നെ ഉണക്കി പൊടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ മാർക്കറ്റിൽ നമ്മൾ റോസ്മേരി ആയിട്ട് ആസ് എ പ്ലാന്റ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഉണക്കിയിട്ട് പൊടിച്ചിട്ട് നല്ലൊരു ഡ്രൈ ആയിട്ട് ബോട്ടിലിൽ സൂക്ഷിച്ച് കഴിഞ്ഞിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ചായയൊക്കെ തിളപ്പിക്കുന്ന പോലെ ഒരു സ്പൂണൊക്കെ ഇട്ടിട്ട് നമുക്ക് തിളപ്പിച്ചിട്ട് കുടിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഹെണ്ണയൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ ഹെയർ പാക്കിങ് അല്ലെ, ഡൈ പോലെ ഉള്ള സാധനങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അതും ഇതിന് വളരെ എഫക്റ്റീവാണ്. ഞാൻ ഈ പറയുന്നത് ഡൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഹെന്ന ചെയ്യുന്ന പോലെ വളരെ ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എഫക്റ്റ്, അല്ലെങ്കിൽ മുടിയുടെ കറുപ്പ് അങ്ങനെ ലാസ്റ്റ് ചെയ്തൊന്നും അത്രയ്ക്കൊന്നും അങ്ങനത്തെ ഒരു ആക്ഷനേക്കാൾ ഉപരി നല്ല സ്ട്രോങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കൂടുതൽ ഹെയർ ഫോൾ ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു രീതിയിൽ നമുക്ക് ഇതിനൊരു ഹെന്ന യൂസേജ് പോലെ, അല്ലെങ്കിൽ ഹെയർ കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഹെയർ പാക്ക് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. നോർമലി നമ്മൾ ഈ നീലയമരി അല്ലെങ്കിൽ നെല്ലിക്ക, ത്രിബല ഇതൊക്കെ ആയിരിക്കും അല്ലെ ഹെയർ പാക്ക് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് റോസ്മേരിയും കൂടെ ഉണക്കി പൊടിച്ച് ഡ്രൈ ആയിട്ടുള്ള സാധനം നമുക്ക് മിക്സ് ചെയ്ത് കട്ടൻ ചായയിൽ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് റോസ്മേരി മാത്രമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഹെയർ പാക്ക് ആയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ അങ്ങനെയാണ് ഡ്രൈ പൗഡറിന്റെ കാര്യം അത്രയാണ് പറയാനുള്ളത്. എക്സ്റ്റേണൽ യൂസേജും പറഞ്ഞു, ഉള്ളിൽ കഴിക്കുന്നതും പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് റോസ്മേരിയുടെ വേറൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് റോസ്മേരിയുടെ എസെൻഷ്യൽ ഓയിൽ അവൈലബിൾ ആണ്, മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നല്ല പ്രോഡക്റ്റ് ആണ്. അഡൾട്രേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല പ്രോഡക്റ്റ് ആണ്. കാരണം നമുക്ക് പറയാൻ പറ്റില്ല റോസ്മേരി എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങിക്കുന്ന എസെൻഷ്യൽ ഓയിൽ എല്ലാം റോസ്മേരി എസെൻഷ്യൽ ഓയിൽ ആയിരിക്കണം എന്ന് നമുക്ക് യാതൊരു നിർബന്ധവും ഗ്യാരണ്ടിയും പറയാനൊന്നും പറ്റില്ല. അപ്പോൾ നിങ്ങൾ നല്ല പ്രോഡക്റ്റ് നോക്കി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ ഈ എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത്,
ഈ ഒരു എസെൻഷ്യൽ ഓയിൽ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി പൊട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ, നോർമലിനേക്കാളും കുറച്ചും കൂടി പൊട്ടൻ്റ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ആസ് സച്ച് അങ്ങനെ യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മൾ വേറൊരു ഓയിലിന് കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓയിൽ, വെർജിൻ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ കാസ്റ്റർ ഓയിലോ ഒക്കെ ആയിട്ട്, ആൽമണ്ട് ഓയിലോ ഒക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഹെഡിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ കുളിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു ആൾക്കാരുടെ കണ്ടീഷൻ അനുസരിച്ച് ഓവർനൈറ്റ് ഒന്നും ഇട്ടിട്ട് തലേദിവസം ഇട്ടിട്ട് പിറ്റേ ദിവസം കഴുകിക്കളയുക, ആ രീതി ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. നീരിറക്കത്തിന് മറ്റു പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അത് ശീലമുള്ള ആൾക്കാർക്ക് നമുക്കൊന്നും പറയാനില്ല അവരോടത്ത്. പക്ഷെ മാക്സിമം നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക. കുളിക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പ്, മാക്സിമം 1 hour ഒക്കെ മുമ്പ്, അല്ലെങ്കിൽ ഒരു നീരിറക്കത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു 20 മാക്സിമം ഹാഫ് ആൻ അവർ ആ ഒരു ഡ്യൂറേഷന് മുമ്പ് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. ഈ ഹെയർ ഓയിൽ, റോസ്മേരി എസെൻഷ്യൽ ഓയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഒരു പാത്രം എടുത്തിട്ട് നിങ്ങൾ ആ പാത്രം ചൂടാക്കിയതിന് ശേഷം നിങ്ങൾ എടുക്കാൻ ഉപയോഗിക്കുന്ന എണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിലോ ഏത് ഓയിലാണോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്, ആ എണ്ണ ചൂടായ പാത്രത്തിൽ, എണ്ണ ഇട്ട് ചൂടാക്കാൻ ഞാൻ പറയുന്നില്ല, ചൂടായിട്ടുള്ള പാത്രത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു എണ്ണ, നിങ്ങൾ എടുക്കുന്ന എണ്ണ ഒരു ടേബിൾ സ്പൂൺ ആണെങ്കിൽ ആ നിങ്ങളുടെ ഹെയറിനനുസരിച്ച് അല്ലേ, ഓരോ ആൾക്കാരുടെയും ഹെയറിൻ്റെ ലെങ്ത്തും തിക്നെസ്സും ഒക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഹെയറിനനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വേണ്ട ടീസ്പൂൺ അല്ലെങ്കിൽ ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു 4 or 5 മാക്സിമം 5 drops, അതിനപ്പുറത്തേക്ക് എസെൻഷ്യൽ ഓയിൽ നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഓരോ ഹെയറിലും നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ പോലെ കണ്ടീഷൻ അനുസരിച്ച് 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അല്ലെങ്കിൽ നിങ്ങൾ ഏതാണോ പ്രിഫർ ചെയ്യുന്നത് ആ സമയത്തിൽ നിങ്ങൾക്ക് നന്നായിട്ട് തല കുളിക്കാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ എസെൻഷ്യൽ ഓയിൽ അപ്ലൈ ചെയ്യേണ്ടത്. അത് എസെൻഷ്യൽ ഓയിൽ എപ്പോഴും നമ്മൾ വേറൊരു ഓയിലായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ആൻഡ് ഓവർനൈറ്റ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. എസെൻഷ്യൽ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, എസെൻഷ്യൽ ഓയിൽ നല്ല നിങ്ങൾ എണ്ണ തേച്ച് തല കുളിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ എണ്ണ തേച്ച എണ്ണ നിങ്ങൾ പോക്കാനും നിങ്ങൾ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ വേറെ അതിനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഡാൻഡ്രഫോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ എണ്ണ തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുളിക്കുന്ന സമയത്ത് അത് മൈൽഡായിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ താളി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് താളി ഉപയോഗിച്ചിട്ടോ നിങ്ങൾക്കത് നന്നായിട്ട് കഴുകി കളയേണ്ടതാണ്. സോ ഈ ഒരു രീതിയാണ് റോസ്മേരിയുടെ വേറൊരു രീതിയിലുള്ള യൂസേജ് എന്ന് പറയുന്നത്. ഈ എസെൻഷ്യൽ ഓയിൽ ഈ പ്രകാരം യൂസ് ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുൾ ആണ്. നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യുമ്പോൾ, ഇപ്പം എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് യൂസ് ചെയ്ത് നാളെ റിസൾട്ട് കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കിട്ടില്ല. നിങ്ങൾ ഇതിൻ്റെ ഒരു കാര്യം, നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു യൂസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മിനിമം ഒരു 3 months ഡ്യൂറേഷനിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു 2, 3, 4 ദിവസം നിങ്ങളിത് അപ്ലൈ ചെയ്യുക. ഡെയിലി എണ്ണ തേക്കുക എന്ന് പറയുന്നത് എല്ലാ ആൾക്കാർക്കും പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാവണമെന്നില്ല. സോ നിങ്ങളൊരു 2 ദിവസം പറയുന്നില്ല, ഒരു 3 or 4 മാക്സിമം 5 days നിങ്ങൾ എന്ത് ചെയ്യുക, ഈ രീതിയിൽ നിങ്ങൾ എണ്ണ തേക്കുക. എണ്ണ തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി ഷാമ്പു ഇടുന്നത് നിങ്ങൾക്ക് അതിനേക്കാളും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാ ദിവസവും നിങ്ങൾ എണ്ണ തേച്ച് എല്ലാ ദിവസവും ഷാമ്പു യൂസ് ചെയ്യുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല അല്ലേ. സോ ഈ രീതിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. സോ ഇനി എണ്ണ തേക്കാൻ പറ്റില്ല എന്നുള്ള ആൾക്കാർക്ക്, എണ്ണ തേച്ച് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും അല്ലേ, എണ്ണ എന്ന് പറയുന്ന സാധനം തീരെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് റോസ്മേരി വാട്ടറാണ്. സോ ഈ റോസ്മേരി വാട്ടർ നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈമിൽ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് റോസ്മേരി വാട്ടർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് തലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഈ റോസ്മേരി വാട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബേബി ഹെയർസ് ഒക്കെ വരും അല്ലേ, കുഞ്ഞു മുടികളൊക്കെ നിങ്ങൾക്ക് വരുന്ന കാണാം. നെറ്റ് കയറുന്ന ആൾക്കാർക്കൊക്കെ അതിനുള്ളൊരു റെമഡി എന്നുള്ള രീതിയിൽ ഈ റോസ്മേരി വാട്ടർ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പ്രൊവൈഡഡ് നിങ്ങൾ എന്ത് ചെയ്യണം, മിനിമം ഒരു 3 months എങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുക. എന്നാൽ മാത്രം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഔട്ട്കം മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു 1 week യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാൻ വേണ്ടി പറ്റില്ല. സോ മിനിമം ഒരു 3 months നിങ്ങൾ യൂസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ അതിനെ ജഡ്ജ് ചെയ്യാം. ഓക്കെ, സോ ഞാൻ പറയാൻ പോകുന്നത് റോസ്മേരി വാട്ടർ എങ്ങനെയാണ് വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ റോസ്മേരി വാട്ടർ നിങ്ങൾക്ക് പലതരത്തിൽ നിങ്ങളുടെ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് 1 ഗ്ലാസ് 1.5 ഗ്ലാസ് വെള്ളം എടുത്തതിന് ശേഷം ഒരു 2 സ്പൂണോ 1.5 സ്പൂൺ 2 മാക്സിമം 2 സ്പൂണൊക്കെ നിങ്ങൾക്ക് റോസ്മേരി ഇട്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് അടച്ചു വെച്ചിട്ട് തിളപ്പിക്കുക. അടച്ചു വെച്ച് തിളപ്പിച്ചുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഒരു സ്മെൽ അല്ല, അതിൻ്റെ ഒരു ഫ്രാഗ്രൻസ് നമുക്ക് അതിൽ തന്നെ കിട്ടും. അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾ അടച്ചു വെച്ച് തിളപ്പിക്കുക. അടച്ചു വെച്ച് തിളപ്പിച്ചതിന് ശേഷം ഇതെന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട്
ആറണം, ചൂട് നന്നായിട്ട് ആറിയതിന് ശേഷം നമ്മൾ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത്. നിങ്ങൾക്ക് എത്ര ടൈമാണോ നിങ്ങൾ നാച്ചുറലായിട്ട് ആറാൻ എടുക്കുന്നത് അത്രയും സമയം എടുത്ത് നന്നായിട്ട് ആറിയതിന് ശേഷം നിങ്ങൾക്ക് ഒരു സ്പ്രേയിങ് ബോട്ടിൽ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് തലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓരോരോ നന്നായിട്ട് ഹെയർ നന്നായിട്ട് വക തിരിച്ച് വെച്ചിട്ട് ഓരോരോ ഇഴകളിലായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ബാക്കിലത്തെ പോർഷൻസ് ഒക്കെ നിങ്ങൾ നന്നായിട്ട് തലയൊക്കെ കുനിച്ചിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ടുള്ള മസാജിങ്, വളരെ ഹാർഡായിട്ടൊന്നും ചെയ്യാൻ പാടില്ല. എസെൻഷ്യൽ ഓയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്തും വളരെ ഹാർഡായിട്ടുള്ള മസാജ് അല്ല, ഒരു സ്മൂത്ത് മസാജാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഈ റോസ്മേരി വാട്ടർ ഉപയോഗിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾക്ക് കുളിക്കുന്നതിന് മുമ്പ് യൂസ് ചെയ്യാൻ പറ്റും, കുളിച്ച് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാൻ പറ്റും, കിടക്കാൻ നേരം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ കംഫേർട്ട് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏത് സമയമാണോ ചെയ്യാൻ പറ്റുന്നത് ആ സമയത്ത് ചെയ്യാമെന്നുള്ളതാണ്. ഈ റോസ്മേരി വാട്ടർ ഉപയോഗിച്ചാൽ ഈ ബാക്കി പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ നിന്നും കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ വേണ്ടി പറ്റുന്നത്. സോ ഈ രീതിയിലാണ് നമുക്ക് നോർമൽ റോസ്മേരി വാട്ടർ അല്ലേ, ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പോലും നമുക്ക് റോസ്മേരി വാട്ടറായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ പുതിന ഇലയിട്ടിട്ട് നിങ്ങൾക്ക് വെള്ളം തിളപ്പിച്ചിട്ട് ആറിയിട്ട് അരിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് ആറിയിട്ട് അരിച്ചെടുത്തിട്ട് വേണം സ്പ്രേയിങ് ബോട്ടിൽ ആക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് പുതിന ഇലയിട്ട് തിളപ്പിക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ റോസ്മേരിയുടെ കൂടെ ഉലുവ ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് എടുക്കാൻ പറ്റും. സോ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി വെള്ളത്തിന് പകരം കഞ്ഞിവെള്ളം പ്രിഫർ ചെയ്യുന്ന ആൾക്കാരുണ്ടാകും. കഞ്ഞിവെള്ളം പ്രിഫർ ചെയ്ത് കഴിഞ്ഞാലും നല്ലതാണ്. ഇനി നിങ്ങൾക്ക് ഇത് ഒരു വട്ടം തിളപ്പിച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു വീക്കോളം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അതല്ല ഡിസ്റ്റിൽഡ് വാട്ടറിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ, ഡിസ്റ്റിൽഡ് വാട്ടർ വാങ്ങിച്ചിട്ട് അതിലാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു 1 വീക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇങ്ങനെയാണ് നിങ്ങൾ വീട്ടിൽ റോസ്മേരി വാട്ടർ ഉണ്ടാക്കുന്നത്. ഇനി എല്ലാ ആൾക്കാർക്കും ഈ റോസ്മേരിയുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ റോസ്മേരി എന്ന് പറയുന്ന പ്ലാന്റ് വെച്ചിട്ടുള്ള ഡിഫറെൻറ്റ് ഈ പറഞ്ഞിരിക്കുന്ന മെത്തേഡ്സിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒരു ബെസ്റ്റാണ്. ഞാൻ എപ്പോഴും പറയുക, എന്തെങ്കിലും അസുഖം ഉള്ള ആൾക്കാർ, ലൈക്ക് എന്തെങ്കിലും ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾക്കോ അല്ലെങ്കിൽ മാനസിക ആരോഗ്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ മെഡിസിൻ കഴിക്കുന്ന ആൾക്കാർ ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ ഡോക്ടേഴ്സിൻ്റെ അടുത്തൊന്ന് സജഷൻ ചോദിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഇത്തരം എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്ത് നോക്കുക. കാരണം ഈ റോസ്മേരി എന്ന് പറയുന്ന സാധനം അല്ലേ, ഏതൊരു സാധനമാണെങ്കിലും നമ്മുടെ ബോഡിക്ക് ചില ആൾക്കാർക്കെങ്കിലും റിയാക്ഷൻസ് കാണിക്കും. സോ അപ്പം അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഉള്ള ആൾക്കാർ എന്ത് ചെയ്യാതിരിക്കുക, ഇത്തരം പ്രോഡക്ട്സ്, ഇത്തരം യൂസേജസ് ഒക്കെ നിങ്ങളുടെ ഡോക്ടേഴ്സ്, നിങ്ങൾ ആരാണോ കാണിക്കുന്നത് നിങ്ങളുടെ കൺസൾട്ടിങ് ഡോക്ടേഴ്സിനെ പോയിട്ട് ഒരു ഒപ്പീനിയൻ എടുത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കും. സോ ഇത്രയാണ്. അല്ലാതെ ഈ റോസ്മേരി ഹെയറിനും സ്കിന്നിനും എന്നതുപോലെ തന്നെ വേറെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് കേട്ടോ. മെമ്മറി പവർ ബൂസ്റ്റ് ചെയ്യാനാണെങ്കിലും അങ്ങനെ വേറെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇപ്പം നമ്മൾ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്നത് ഹെയർ ഗ്രോത്തിന് റോസ്മേരി എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡാൻഡ്രഫ് കളയാൻ, സ്പ്ലിറ്റിങ് പൊട്ടിപ്പോകുന്നത് കളയാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ എങ്ങനെയാണ് റോസ്മേരി യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഇപ്പം റീസെൻ്റ് ആയിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതിനുള്ളൊരു ഉത്തരം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു.